ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ അതിലെ ഇക്വേഷൻസും കൺസെപ്റ്റൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ആദ്യ സെഷനായ പൊട്ടൻഷ്യലുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്തു. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ, അതുപോലെ ഏറ്റവും അവസാനം നമ്മൾ പൊട്ടൻഷ്യലും അതുപോലെ കപ്പാസിറ്റൻസും കൂടി വരുന്ന ഒരു പ്രോബ്ലവും ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതുപോലെ തന്നെ ചാപ്റ്ററിലെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, സോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം നോട്ട് ചെയ്യുക. 2 പോസിറ്റീവ് ചാർജസ് ഓഫ് 2 മൈക്രോകൂളം ആൻഡ് 0.01 മൈക്രോകൂളം ആർ പ്ലേസ്ഡ് 10 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ to reduce the distance to 5 centimeter. നോക്കൂ, ക്വസ്റ്റ്യനിൽ 2 ചാർജുകൾ തന്നിട്ടുണ്ട് അല്ലേ, Q1 Q2 എന്ന് എടുക്കാം. 2 ചാർജുകൾ ക്വസ്റ്റ്യൻ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Q1 Q2 എന്ന് പറയുന്ന 2 ചാർജുകൾ. ഓക്കെ, ഇതിനെ നമുക്ക് Q1 എന്ന് കൊടുക്കാം, ഇതിനെ Q2 എന്ന് കൊടുക്കാം. ഇങ്ങനെ 2 ചാർജുകൾ തന്നിട്ടുണ്ട്. അവക്കാട്ടിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണത്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കൂ, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ടു റെഡ്യൂസ് ദ ഡിസ്റ്റൻസ് ടു 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെ 10 സെൻറ്റിമീറ്റർ ആയിരുന്ന ഈ 2 ചാർജുകളെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്തേക്ക് കൊണ്ടുവന്ന് അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന് എന്ത് ചെയ്യണം, 5 സെൻറ്റിമീറ്റർ ആക്കി മാറ്റണം. നോക്കൂ, ഒന്നുകിൽ Q1 മാത്രം കൊണ്ടുവരാം, അല്ലെങ്കിൽ Q2 മാത്രം കൊണ്ടുവരാം, രണ്ടും കൊണ്ടുവരാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ തൽക്കാലം ഇങ്ങനെ കാണിക്കാം. ഈ Q2നെ അങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചാൽ ദെൻ Q2 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്രയായി മാറണം, 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ Q1 Q2 തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് 10ൽ നിന്ന് 5 ആക്കാൻ എത്ര വർക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ. എന്താ പൊട്ടൻഷ്യൽ എനർജി? ഒരു കൺസെപ്റ്റ് നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തു. ഒരു സിസ്റ്റം ആ സിസ്റ്റം നിൽക്കുന്ന രീതിയിലേക്ക് ആക്കി കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന എക്സ്റ്റേണൽ വർക്കിനെയാണ് നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഒരു വർക്കുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നോക്കൂ, ഈ സിസ്റ്റം ആദ്യം എങ്ങനെയായിരുന്നു, 10 സെൻറ്റിമീറ്റർ അകലെയുള്ള 2 ചാർജുകളായിരുന്നു. ആ സിസ്റ്റത്തെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്തേക്ക് കൊണ്ടുവന്ന് പുതിയൊരു ഡിസ്റ്റൻസിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരികയാണ്. അങ്ങനെയാവുമ്പോൾ ആ സിസ്റ്റത്തിന് എന്ത് ചേഞ്ച് ചെയ്യും, എനർജി ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ആദ്യ സിസ്റ്റത്തിലുണ്ടായിരുന്ന എനർജിയേക്കാൾ കൂടുതൽ എനർജി ഉണ്ടാവും അത് അടുത്തേക്ക് വരുമ്പോൾ. കാരണം എന്തായിരിക്കും, ആ 2 ചാർജുകളെ വീണ്ടും അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ, 2 പോസിറ്റീവ് ചാർജ് അല്ലെ, വീണ്ടും അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യേണ്ടതുണ്ട്. അത്രയും വർക്ക് കൂടി അതിൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ കാണേണ്ടത് 10 സെൻറ്റിമീറ്റർ അകലായിരുന്നപ്പോൾ എത്രയാണ് ആ സിസ്റ്റത്തിൻ്റെ എനർജി, ദെൻ 5 സെൻറ്റിമീറ്റർ ആക്കി മാറ്റുമ്പോൾ എത്രയാണ് എനർജി എങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആ എനർജി ഡിഫറൻസ് ആണ് നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ അല്ലേ. അപ്പോൾ നമ്മൾ എനർജിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നോക്കൂ, എനർജി ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 R എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. Q1 Q2 എന്ന് പറയുന്ന 2 ചാർജുകൾ R ഡിസ്റ്റൻസ് അകലെ ഇരിക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ അല്ലേ 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണ് അല്ലേ, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. U ഈക്വൽ ടു എത്രയാണ്, 1/4πε0 Q1 Q2 R. നോക്കൂ, നമ്മൾ ചെയ്യേണ്ട അഡീഷണൽ വർക്കാണ്. ഇങ്ങനെ ഒരു എനർജി അതിനുണ്ടായിരുന്നു വിചാരിക്കും. നോക്കൂ, അപ്പോൾ അതിൻ്റെ എനർജി ഞാൻ U1 എന്ന് കൊടുത്തു, R1 എന്ന് കൊടുത്തു. ഇങ്ങനെ ആയിരുന്നു അതിൻ്റെ എനർജി. ഞാനതിനെ കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ എനർജി കൂടും. പുതിയ എനർജിയെ ഞാൻ എന്ത് ചെയ്തു, U2 എന്ന് കൊടുത്തു. U2 ഈക്വൽ ടു എത്രയായിരിക്കും, 1/4πε0 Q1ഉം Q2 ഒക്കെ അതുപോലെ തന്നെ, ഒരു ചേഞ്ചും ഇല്ല. എന്ത് മാറിയിട്ടുണ്ട് അവിടെ, പുതിയ ഡിസ്റ്റൻസ് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തൊക്കെ നമുക്കറിയാം നോക്കൂ, നമുക്കറിയാവുന്നത് R1 അറിയാം, R2 അറിയാം, Q1ഉം Q2 അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എനർജിയിലെ ഡിഫറൻസ് കണ്ടാൽ പോരെ.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ അല്ലേ, വർക്ക് ഡൺ നമ്മൾ ഈ ഡിസ്റ്റൻസ് കുറക്കാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് ഡൺ എന്തായിരിക്കും? നമുക്ക് ആ ഫൈനൽ എനർജിയിൽ നിന്ന് ഇനീഷ്യൽ എനർജി എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് U2ൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? U1 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അവസാനം എത്തുമ്പോൾ എത്ര എനർജി ഉണ്ടായിരുന്നു? ആദ്യ സിസ്റ്റത്തിന് എത്ര എനർജി ഉണ്ടായിരുന്നു? തമ്മിൽ ഡിഫറൻസ് കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡണ്ണിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നോക്കൂ, ദ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/4πε0 Q1 Q2. ഈ രണ്ട് ഇക്വേഷനും കോമൺ അല്ലേ? 1/4πε0 രണ്ടിലും ഉണ്ട്, അതുപോലെ Q1 Q2 ഉണ്ട്. ഞാനതിനെ Q1 Q2 by 4πε0 കോമൺ ടേമിന് എടുക്കാം. ഇനി U2ൽ നിന്ന് U1 മൈനസ് ചെയ്യണം, മീൻസ് 1/R2 മൈനസ് 1/R1 ആണ്. 1/R2 മൈനസ് 1/R1 ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1/4πε0 വാല്യൂ നമുക്കറിയാം 9 × 10⁻⁹. ദെൻ Q1ൻ്റെയും Q2ൻ്റെയും വാല്യൂ വന്നിട്ടുണ്ട്. Q1 എത്രയാണ്? 0.2 × 10⁻⁻6 ഇൻറ്റു ദെൻ 0.01 × 10⁻⁻6. ദെൻ ബ്രാക്കറ്റിലെ ടേം എന്താ നോക്കൂ? ഇൻറ്റു 1/R2 എത്രയാ? ഫൈനൽ ഡിസ്റ്റൻസ് എത്രയാ? 5 സെൻറ്റിമീറ്റർ അല്ലേ? 5 സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.05 മൈനസ് ദെൻ ആദ്യം എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു? 10 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ? അപ്പോൾ 10 സെൻറ്റിമീറ്റർ മീൻസ് 1/0.1. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരിക അല്ലേ? അപ്പോൾ അത് ഒന്ന് ചെയ്തു നോക്കുക, കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. കാൽക്കുലേഷൻ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ് 1.8 × 10⁻⁻4 ജൂൾ. ഈ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയും ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് കാണാം നമുക്ക്. അപ്പോൾ ആ സിസ്റ്റം ആദ്യം ഇരുന്ന സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡണ്ണിൻ്റെ ആൻസർ അപ്പോൾ നമുക്ക് കിട്ടും. ആൻസർ കിട്ടിയത് 1.8 × 10⁻⁻4 ജൂൾ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണത്. അപ്പോൾ ആ രീതിയിൽ അത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ ഈ കൺസെപ്റ്റ് ഓർത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 particles have equal masses 5 gram each and opposite charges of +4 × 10⁻⁻5 coulomb and -4 × 10⁻⁻5 coulomb. They are released from rest with a speed of 1 meter between them. Find the speed of the particle when the separation is reduced to 50 centimeter. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, നന്നായി വായിച്ചു നോക്കുക. നോക്കൂ, 2 മാസുകളാണ്. രണ്ടിൻ്റെയും മാസ് എത്രയാണ്? 5 ഗ്രാം. ഓക്കെ, അപ്പോൾ 2 പാർട്ടിക്കിളിൻ്റെ അവിടെ 2 പാർട്ടിക്കിളിൻ്റെയും മാസ് 5 ഗ്രാം. അവർക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് +4 × 10⁻⁻5 കൂളം, അതുപോലെ -4 × 10⁻⁻5 കൂളം. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? അവ ആദ്യം 1 മീറ്റർ അകലെ റെസ്റ്റിലായിരുന്നു അല്ലേ? ദേ ആർ റിലീസ്ഡ് ഫ്രം റെസ്റ്റ് വിത്ത് എ സെപ്പറേഷൻ ഓഫ് 1 മീറ്റർ ബിറ്റ്വീൻ ദം. അപ്പോൾ അവ 1 മീറ്റർ അകലെ റെസ്റ്റിലിരിക്കുകയായിരുന്നു, അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ റിലീസ് ചെയ്യപ്പെടുമ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ദ സെപ്പറേഷൻ ഈസ് റെഡ്യൂസ്ഡ് ടു 50 സെൻറ്റിമീറ്റർ. അങ്ങനെ അവ റിലീസ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അട്രാക്ഷൻ ഉണ്ടാവും. ഒന്ന് പോസിറ്റീവ് ചാർജാണ്, മറ്റൊന്ന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ പരസ്പരം അടുത്തേക്ക് വരും. അങ്ങനെ അടുത്തേക്ക് വന്ന് അവ തമ്മിലുള്ള സെപ്പറേഷൻ 50 സെൻറ്റിമീറ്റർ ആവുമ്പോൾ ആ സമയത്ത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും ഫോഴ്സ് അവിടെയുണ്ട്. ഓരോ ചാർജും മറ്റുള്ള ചാർജിൻ്റെ മുകളിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൂളം ഫോഴ്സ് ആണ്. കൂളം ഫോഴ്സ് ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പാർട്ടിക്കിൾ രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയ ഫോഴ്സ് തിരിച്ചുണ്ടായിരിക്കും. അപ്പോൾ 2 ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? ഫോഴ്സ് കിട്ടുന്ന ഒരു ബോഡി ആക്സലറേറ്റ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആക്സലറേറ്റ് ചെയ്യായതുകൊണ്ട് തന്നെ വെലോസിറ്റി കൂടി വരുമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കൂടി വന്ന് 50 സെൻറ്റിമീറ്റർ അവ തമ്മിലുള്ള സെപ്പറേഷൻ 1ൽ നിന്ന് അടുത്തേക്ക് വന്ന് 50 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ആ ഗിവൺ വാല്യൂസ് ഒന്ന് എടുത്തെഴുതി നമുക്കതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് ഏതൊക്കെ നോക്കൂ. രണ്ട് പാർട്ടിക്കിളും സെയിം മാസ്സാണ്. അപ്പോൾ M1 M2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. M എത്രയാ? 5 × 10⁻³ കിലോഗ്രാം. അതുപോലെ രണ്ടിനെയും ചാർജ് തന്നിട്ടുണ്ട്. ഒന്നിനെ Q1 എന്ന് കൊടുത്തു, രണ്ടാമത്തേന് Q2 എന്ന് കൊടുത്തു. +4 × 10⁻⁵ അതുപോലെ -4 × 10⁻⁵. അതുപോലെ ആദ്യം അവ തമ്മിലുള്ള സെപ്പറേഷന് ഞാൻ R1 എന്ന് കൊടുത്തു. R1 = എത്രയാണ്? 1 മീറ്റർ. ദെൻ നമുക്ക് കാണേണ്ടത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആകുമ്പോഴാണ്? 50 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് 0.5 മീറ്റർ ആകുമ്പോഴാണ് 0.5നെ നമുക്ക് R2 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യും? നോക്കൂ, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ആക്സലറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് പൊട്ടൻഷ്യൽ എനർജിയുടെ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ്. നോക്കൂ, അവ തമ്മിലുള്ള സെപ്പറേഷൻ കുറഞ്ഞു വരികയാണല്ലോ, ആ സിസ്റ്റത്തിൻ്റെ എനർജിയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ജസ്റ്റ് റിലീസ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം ആ ബോഡിക്ക് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു എക്സ്റ്റേണൽ എനർജി കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സിസ്റ്റത്തിന് എന്ത് കൺസർവ് ചെയ്യപ്പെടണം? എനർജി കൺസർവ് ചെയ്യപ്പെടണം. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ആ സിസ്റ്റം 1 മീറ്റർ അകലെ ഇരിക്കുമ്പോൾ എത്രയായിരിക്കും എനർജി? അത് തന്നെയായിരിക്കും എപ്പോഴും 0.5 മീറ്റർ അകലെ ഇരിക്കുമ്പോഴും. കാരണം എന്തുകൊണ്ടാണ്? ജസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ളൂ, ഇതിൻ്റെ മുകളിൽ വർക്കൊന്നും ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചേഞ്ച് ചെയ്യാൻ പാടില്ല? എനർജി ചേഞ്ച് ചെയ്യില്ല. എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ എന്ത് മാറ്റം പിന്നെ അവിടെ എന്തായത് നോക്കൂ. ആദ്യം 1 മീറ്റർ അകലെ ആയിരുന്നു, പിന്നെ അത് എവിടേക്ക് മാറിയിട്ടുണ്ട്? 50 സെൻറ്റിമീറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. ആ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള വ്യത്യാസമാണ് എന്തായി മാറിയിട്ടുണ്ടാവുക? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവുക അല്ലേ. ഇത് മൂവ് ചെയ്യാൻ തുടങ്ങിയില്ലേ. മൂവ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ മോഷൻ കൊണ്ട് കിട്ടുന്ന എനർജി ഉണ്ടാവും. അപ്പോൾ കൈനറ്റിക് എനർജി കിട്ടിയിട്ടുണ്ടാവും. രണ്ട് പാർട്ടിക്കിളും കൈനറ്റിക് എനർജി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് കുറഞ്ഞിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കുക. ആ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ ദൂരെ ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു, അടുത്തേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു നമ്മൾ പഠിച്ചത്. എന്തുകൊണ്ടത്? രണ്ടും പോസിറ്റീവ് ചാർജ് ആയിരുന്നു. ഇവിടെയോ ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജാണ്. സ്വാഭാവികമായിട്ടും അവ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യപ്പെടും. അട്രാക്ട് ചെയ്താൽ അത് അടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ്? Q1 Q2/R ചെയ്താൽ നമുക്കൊരു നെഗറ്റീവ് ആൻസറാണ് കിട്ടുക അല്ലേ. അപ്പോൾ അതിനർത്ഥം വാല്യൂ കുറഞ്ഞു വരും. എത്രയാണോ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നത് അത്രയും കൈനറ്റിക് എനർജി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ ഉണ്ടായ ചേഞ്ച് നമുക്ക് നോക്കാം. എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? ഇവിടെ 1 മീറ്ററിൽ നിന്ന് 0.5 മീറ്ററിലേക്ക് വന്നപ്പോൾ ആ 0.5 മീറ്റർ എത്തുമ്പോൾ എന്തൊക്കെ എനർജി ഉണ്ടാവുക ബോഡിക്ക്? നോക്കൂ, രണ്ട് കൈനറ്റിക് എനർജി ഉണ്ടാവും അല്ലേ. 1/2 mv² പ്ലസ് 1/2 mv². രണ്ട് ബോഡി മൂവ് ചെയ്യുന്നുണ്ടല്ലോ, രണ്ടിനും കൈനറ്റിക് എനർജി ഉണ്ട്. രണ്ടിനെയും മാസ് തുല്യമായിരിക്കും. സ്വാഭാവികമായിട്ടും രണ്ടിനും കിട്ടുന്ന മാസും ചാർജൊക്കെ ഈക്വൽ ആയതുകൊണ്ട് രണ്ടിനും കിട്ടുന്ന വെലോസിറ്റി ഈക്വൽ ആയിരിക്കും നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ രണ്ട് കൈനറ്റിക് എനർജികൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്ലസ് അവ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും അല്ലേ. രണ്ട് ചാർജുകൾ 0.5 മീറ്റർ അകലെ ഇരിക്കുമ്പോൾ അവർക്ക് ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എടുക്കണം 1/4πε0 Q1 Q2/R2 അല്ലേ. R2 എന്നാണ് അടുത്തേക്ക് വന്നപ്പോഴാണ്. പഴയതിനെ നമ്മൾ R1 എന്ന് കൊടുത്ത് അടുത്തേക്ക് വന്നപ്പോൾ നമ്മൾ R2 എന്നാണ് കൊടുത്തിരുന്നില്ലേ. അപ്പോൾ R2 ഡിസ്റ്റൻസ് അകലെ എത്തുമ്പോൾ രണ്ട് ബോഡിക്കും എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. മാത്രമല്ല ആ സിസ്റ്റത്തിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പക്ഷേ ഈ ടോട്ടൽ ഈ എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? ആദ്യം അത് റെസ്റ്റിലായിരുന്നു അല്ലേ. 1 മീറ്റർ അകലെ റെസ്റ്റ്. ആ സമയത്തുണ്ടായിരുന്ന ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്തില്ല? കൈനറ്റിക് എനർജി ഇല്ല. അപ്പോൾ ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? 1/4πε0 Q1 Q2/R1. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ ബോഡി ഇരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന എനർജി അല്ലേ പുതിയ ഫോമിലേക്ക് മാറി. എനർജി അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ കുറഞ്ഞ അത്രയും പൊട്ടൻഷ്യൽ എനർജി രണ്ട് ബോഡിക്കും എന്തായിട്ട് ലഭിച്ചിട്ടുണ്ടാവും? കൈനറ്റിക് എനർജി ആയിട്ട് ലഭിച്ചിട്ടുണ്ടാവും. എങ്കിൽ ഈ കൺസെപ്റ്റിൽ നിന്ന് വേണം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? വെലോസിറ്റി v കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലേ. ചെയ്ത് നോക്കാം. അപ്പോൾ 1/2 mv² പ്ലസ് 1/2 mv² നമുക്കറിയാം എന്ത് കിട്ടും? mv². ദാറ്റ്സ് ഈക്വൽ ടു ഈ ടേമിനെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 1/4πε0
RHS എന്താ ഉള്ളത്? Q1 Q2 അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? Q1 Q2 ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതാം? Q1 Q2 നേരത്തെ എഴുതിയ പോലെ Q1 Q2 നമുക്ക് കോമൺ ടേം ആയിട്ട് എടുക്കാം. റൈറ്റ് സൈഡിൽ എന്താ ഉണ്ടായിരുന്നു? 1/R1 ഉണ്ടായിരുന്നു. 1/R1 ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെല്ലുന്നുണ്ട്? -1/R2. ഈ രീതിയിലായി അത് മാറി. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വിയെ മാത്രം ഇവിടെ നിർത്താം. അപ്പം V² ഈക്വൽ ടു എന്ത് കിട്ടി? ഇതാ ഇവിടെ Q1 Q2 ബൈ എം അങ്ങോട്ട് പോലെ എം ഇൻറ്റു 4πε0 ബ്രാക്കറ്റിൽ എന്തുണ്ടായിരുന്നു? 1/R1 മൈനസ് 1/R2. ഇനി വാല്യൂ കൊടുത്തു നോക്കാം നമുക്ക്. ദാറ്റ്സ് ഈക്വൽ ടു നോക്കൂ, ഒരു 1/4πε0 ഉണ്ടല്ലോ. വാല്യൂ നമുക്കറിയാം എത്രയാണ്? 9 ഇൻറ്റു 10⁻⁹ അല്ലേ? ഇൻറ്റു Q1 Q2 ഉണ്ടല്ലോ. Q1 എത്രയാ? +4 ഇൻറ്റു 10⁻⁻5. അതുപോലെ Q2 എന്താ? -4 ഇൻറ്റു 10⁻⁻5 അല്ലേ? ഇത്രയും ടേംസ് ന്യൂമറേറ്ററിൽ വരും. പിന്നെ ഇവിടെ താഴെ എന്താ വരിക? 1/4πε0 വാല്യൂ കൊടുത്തു, Q1 Q2 കൊടുത്തു. ദെൻ ഹോൾ ഡിവൈഡ് ബൈ എം ഉണ്ട് അല്ലേ? മാസ് ഓഫ് ദ ബോഡി. മാസ് ഓഫ് ദ ബോഡി എത്രയാണ്? 5 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. ദെൻ ബ്രാക്കറ്റിലെ ടേംസ് എന്തൊക്കെയാണ് നോക്കൂ? ബൈ 1/R1 മൈനസ് 1/R2. 1/R1 മീൻസ് 1/1 മൈനസ് 1/0.5. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് V² വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, അതൊന്ന് ചെയ്തു നോക്കുക. ഇതിൽ നിന്നും V² വാല്യൂ നമുക്ക് എന്ത് കിട്ടും? V² ഈസ് ഈക്വൽ ടു V² വാല്യൂ കിട്ടുന്നത് 2880 എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാലോ. എന്ത് ചെയ്താൽ മതി? വീടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ V ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത്, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ കിട്ടുന്നത് 53.67 മീറ്റർ/സെക്കൻഡ് എന്നാണ്. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു പ്രോബ്ലം ആയിരുന്നു അത്. അപ്പോൾ അത് ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോഴേ പറഞ്ഞു, നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും പുതിയ പുതിയ കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര പ്രയാസമുള്ള പ്രോബ്ലം വന്നാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പ്രോബ്ലം നന്നായിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ എനർജി കൺസേർവ്ഡ് എന്നുള്ള കൺസെപ്റ്റ് കൂടി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? കാരണം ആദ്യം അതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ റിലീസ് ചെയ്തപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായി കൺവേർട്ട് ചെയ്യപ്പെട്ടു? രണ്ട് ബോഡിയിലും കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെട്ടു. ബട്ട് ദ ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റന്റ് ബിക്കോസ് ദർ ഇസ് നോ എക്സ്റ്റേണൽ വർക്ക്. ദെൻ അവിടെ വരുമ്പോൾ നമ്മൾ mv² വാല്യൂ, അതിൽ നിന്ന് V² കാൽക്കുലേറ്റ് ചെയ്തു. ഫൈനലി നമുക്ക് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ കിട്ടി. ആൻസറായി കിട്ടിയത് 53.67 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് നമ്മൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. 4 charges are arranged at the corners of a square ABCD of side D, small d, as shown in the figure. Question 1, find the potential energy of the system. And the second question, a charge Q0 is brought to the center E of the system. How much work is needed to do this? നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഒരു ഫിഗർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആ സിസ്റ്റത്തിൽ 4 ചാർജുകളുണ്ട്. 2 +Q ചാർജും 2 -Q ചാർജും ഓപ്പോസിറ്റ് കോർണേഴ്സിലിരിക്കുന്ന ഒരു സ്ക്വയർ ആണ്. ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ചാർജ് Q0 ഈസ് ബ്രോട്ട് ടു ദ സെൻറ്റർ E ഓഫ് ദ സ്ക്വയർ. ഹൗ മച്ച് വർക്ക് ഈസ് നീഡഡ് ടു ഡു ദിസ്? നോക്കൂ, ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണുക. ദെൻ മറ്റൊരു ചാർജ് ഇവിടെ കൊണ്ടുവന്ന് വെക്കലിൽ എത്ര വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട മെത്തേഡ് അറിയാം. അത് ചെയ്തു നോക്കാം. നോക്കൂ, നമുക്ക് ഒരു ഫിഗർ തന്നിരുന്നു അല്ലേ ക്വസ്റ്റ്യനിൽ? സ്ക്വയറിൻ്റെ സൈഡ് അല്ലെങ്കിൽ കോർണേഴ്സിൽ ചാർജുകൾ ഇരിക്കുന്നതായിട്ട്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നമ്മൾ നേരത്തെ ഉള്ള പ്രോബ്ലംസിലൊക്കെ എഴുതി. എന്തായിരുന്നു? 1/4πε0 Q1 Q2 R. R മീൻസ് Q1 Q2 തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 2-ലധികം ചാർജസ് വരുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള സിസ്റ്റം ഓഫ് ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ നമ്മൾ തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഓരോ ടേമും ആഡ് ചെയ്ത് പോകാൻ
അപ്പോൾ ഓരോ രണ്ട് ചാർജുകൾക്കിടയിലെ ഡിസ്റ്റൻസും വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ പൊട്ടൻഷ്യൽ ആഡ് ചെയ്ത് വരണം. ഇതിന് കൺസെപ്റ്റ് നമ്മൾ തിയറിയിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. അവിടെ ഇക്വേഷൻ എങ്ങനെ എഴുതുക നോക്കാം. നോക്കൂ, ദ പൊട്ടൻഷ്യൽ ചാർജ് യു ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ നോക്കൂ. ഇതിന് ഓരോ രണ്ട് പേര് കൊടുക്കല്ലേ, എത്ര പേരുകളുണ്ടോ ആ പേരുകളൊക്കെ എടുക്കണം, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ ചാർജുകൾ എത്ര പേര്, 6 പേര് വരുന്നുണ്ട് അല്ലേ. നോക്കൂ, പ്ലസ് മൈനസ്, ഈ മൈനസും പ്ലസ്സും, മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇങ്ങനെ 4 പേര് വരുന്നുണ്ട്. കൂടാതെ പ്ലസ് പ്ലസ് എന്നുള്ളൊരു പേര് വരുന്നുണ്ട്, മൈനസ് മൈനസ് എന്നുള്ളൊരു പേര് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ സിസ്റ്റത്തിൻ്റെ ആ ഓരോന്നും ആഡ് ചെയ്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ലഭിക്കാം. അപ്പോൾ അത് എഴുതുമ്പോൾ 1/4πε0 ഇൻറ്റു അല്ലേ, ഒരു നമുക്ക് എഴുതാം പ്ലസ് ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ മീൻസ് മൈനസ് ക്യൂ സ്ക്വയർ അല്ലേ. പ്ലസും മൈനസ് കൂടി എന്ത് വരും, മൈനസ് വരും. ക്യൂ ഇൻറ്റു ക്യൂ സ്ക്വയർ അറിയാം നമുക്ക്. അപ്പോൾ ക്യൂ സ്ക്വയർ ബൈ ദ ഡിസ്റ്റൻസ് ഡി അല്ലേ. ആ ഓരോ സൈഡും ഡി ഡിസ്റ്റൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഡി എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ദെൻ അപ്പോൾ ഡി ആണ് അതിൻ്റെ എല്ലാ സൈഡിനും ഡിസ്റ്റൻസ് എത്രയാണ്, ഡി ആണ്. ഈ സൈഡ് വരുമ്പോൾ നോക്കൂ, മൈനസ് ക്യൂ പ്ലസ് ക്യൂ സെയിം റിസൾട്ട് ആയിരിക്കും, മൈനസ് ക്യൂ സ്ക്വയർ ബൈ ഡി. ഇവിടെ നോക്കൂ, പ്ലസ് മൈനസ് ഡി ഡിസ്റ്റൻസ്, ദ സെയിം റിസൾട്ട് ക്യൂ സ്ക്വയർ ബൈ ഡി. ഈ സൈഡ് അതുപോലെ തന്നെയാണല്ലേ. നോക്കൂ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ സെപ്പറേഷൻ എത്രയാണ്, ഡി ആണ്. അപ്പോൾ മൈനസ് ക്യൂ സ്ക്വയർ ബൈ ഡി അല്ലേ. ഇനി രണ്ട് കേസ് കൂടിയുണ്ട്, ഏതൊക്കെയാണ് നോക്കൂ, പ്ലസ് ക്യൂ അപ്പോൾ പ്ലസ് ക്യൂ സ്ക്വയർ ആവും അല്ലേ, പ്ലസ് ക്യൂ സ്ക്വയർ. ദെൻ അവർക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. നോക്കൂ, ഇത് ഡി ആണ്, ഇത് ഡി ആണ്. പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് എ സി എന്നുള്ള ഈ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദിസ് വൺ ഡി സ്ക്വയർ അല്ലേ, ഡി സ്ക്വയർ പ്ലസ് ദ ഹൈറ്റ് എ ബി ഈക്വൽ എത്രയാ, ഡി സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 2d സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു ഡി അല്ലേ. റൂട്ട് 2 വരും, റൂട്ട് ഡി സ്ക്വയർ ഡി. നമുക്കറിയാം, നമ്മൾ മുമ്പ് പല സമയത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡയഗണലിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടി, സൈഡ് ഡി ആണെങ്കിൽ ഡയഗണലിൻ്റെ ലെങ്ത്ത് റൂട്ട് 2d ആയിരിക്കും. അതൊരു കോമൺ ആൻസർ ആണ്, അത് പഠിച്ചു വെച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ ബൈ എത്ര വരുമ്പോഴേ, റൂട്ട് 2 ഇൻറ്റു ഡി. എഗെയിൻ അല്ലേ, നമ്മളൊരു ഡയഗണൽ എടുക്കുമ്പോൾ പ്ലസ് പ്ലസ് എടുത്തു. നോക്കൂ, മൈനസ് മൈനസ് വരുമ്പോൾ മൈനസ് മൈനസ് കൂടി വരുമ്പോൾ പ്ലസ് ആവും. ദെൻ ക്യൂ സ്ക്വയർ ആവും. എഗെയിൻ എന്ത് വരുന്നു ഇവിടെ, ക്യൂ സ്ക്വയർ ബൈ റൂട്ട് 2 ഇൻറ്റു ഡി എന്ന് വരുന്നു. അപ്പോൾ ഇങ്ങനെ 6 ടേം ഉണ്ടായിരിക്കും അല്ലേ. 4 ചാർജ് അടങ്ങുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ ഇങ്ങനെ 6 ടേം വരും, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4πε0. ഇവിടെ 4 ടേം ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര വരും ഇവിടെ, 4 മൈനസ് 4 ക്യൂ സ്ക്വയർ ബൈ ഡി വരും. അതുപോലെ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും, പ്ലസ് 2 ക്യൂ സ്ക്വയർ ബൈ റൂട്ട് 2 ഇൻറ്റു ഡി. ഈ രീതിയിലായി മാറും. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1/4πε0. നോക്കൂ, ഇവിടെ എന്താ കോമൺ, ഡി കോമൺ ആണല്ലേ. ε0ൻ്റെ കൂടെ നമുക്ക് എന്തുകൂടി എഴുതാം, ഡി എഴുതാം. ദെൻ മറ്റൊന്ന് നമ്മൾ ക്യൂ സ്ക്വയർ കോമൺ ആണല്ലേ. അപ്പോൾ ക്യൂ സ്ക്വയറിന് എടുക്കാം. ദെൻ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ ഇവിടെ, നോക്കൂ, -4 ഉണ്ട്, -4. ഇവിടെ 2/√2 ആൻസർ നമുക്കറിയാം എത്രയപ്പോൾ, √2 ആണ് അല്ലേ. 2/√2 കാരണം 2നെ നമുക്ക് √2 ഇൻറ്റു √2 എന്ന് എഴുതാമെന്നറിയാം. അപ്പോൾ √2 ക്യാൻസൽ ചെയ്താൽ ആൻസർ എത്ര വരും, √2. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ കിട്ടിയത് നോക്കൂ, കാരണം നമുക്ക് വാല്യൂസ് ഒന്നും തരാത്തതുകൊണ്ട് ഇങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഫൈനൽ ആൻസർ കിട്ടിയത് Q²/4πε0 ഇൻറ്റു ഡി. ദെൻ ഇവിടെ എന്ത് വരും, -4 + √2. ഓക്കെ, ഇപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിൽ എത്തിച്ചേരാൻ പറ്റും. ദെൻ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പോയിന്റ് അല്ലേ, സെൻട്രൽ പോയിന്റിലെ ക്വസ്റ്റ്യനിൽ ഇ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ഇയിലേക്ക് നമ്മൾ Q0 എന്ന് പറയുന്ന ഒരു ചാർജ്, ഓക്കെ, ആ ചാർജ് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമ്മൾ എത്ര വർക്ക് ചെയ്യണം എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ വർക്ക് ഡൺ ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. വർക്ക് ഡൺ W = അല്ലേ. വർക്ക് ഡണ്ണിനെ നമ്മൾ എന്ത് വിളിച്ചത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിച്ചത്. ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിച്ചത്. അപ്പോൾ ഈ പോയിന്റിലേക്ക് Q0നെ കൊണ്ടുവന്നാൽ
അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് എന്ത് ആ സിസ്റ്റത്തിൻ്റെതായി മാറുന്നത് പൊട്ടൻഷ്യൽ എനർജി. മീൻസ് ആൾറെഡി ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു, അത് അഡീഷണൽ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ അഡീഷണൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ അഡീഷണൽ ടേം എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കൂ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ആ വർക്ക് ഡണ്ണിനെ Q0 ഇൻറ്റു V ചെയ്താൽ മതി. എന്താണ് V? ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ഞാൻ V എന്ന് അസ്യൂം ചെയ്തു. ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിലെ പോയിന്റ് ആണല്ലോ ഈ, അവിടുത്തെ പൊട്ടൻഷ്യലിനെ V എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ V എന്ന പൊട്ടൻഷ്യലുള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എന്തിനെ കൊണ്ടുവരുന്നത്? Q0 എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ V എന്ന് പറയുന്ന പൊട്ടൻഷ്യലിലേക്ക് Q0നെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യലിനെ, ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിനെ അവിടേക്ക് കൊണ്ടുവരുന്ന ചാർജ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ എഴുതി വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു V. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു, നോക്കൂ, Q0 ഇൻറ്റു V. V എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ 4 ചാർജ് ഉണ്ട്. ആ 4 ചാർജിൻ്റെയും പൊട്ടൻഷ്യലാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ എന്താ, സിസ്റ്റം ഓഫ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ചാർജും ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒന്നാമത്തെ ചാർജ് ഇതായിട്ട് എടുക്കുക. എയിലിരിക്കുന്ന ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 അല്ലേ? ആ രീതിയിൽ നമ്മൾ എഴുതാറില്ലേ. ഞാൻ 1/4πε0 കോമൺ ആയിട്ട് എടുക്കാം. 1/4πε0 ദെൻ പൊട്ടൻഷ്യൽ എന്താ? Q/R. അപ്പോൾ Q പ്ലസ് Q ആണല്ലേ, പ്ലസ് Q ബൈ R. R മീൻസ് ഈ ഡിസ്റ്റൻസ് ആണല്ലേ, ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡയഗണൽ ലെങ്ത് പഠിച്ചു എത്രയാണത്? √2 ഇൻറ്റു D ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എത്രയായിരിക്കും? ദാറ്റ് ഈസ് അല്ലേ, AC പകുതിയാണ്. AC ബൈ 2 ചെയ്താൽ √2D/2 എഴുതാൻ കിട്ടും. D/√2 കിട്ടും അല്ലേ. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ വന്നു നമ്മൾ നേരത്തെ പറഞ്ഞു സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഞാൻ D/√2 എന്ന് തന്നെ എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, ബിയിലെ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? -Q അല്ലേ, -Q ൽ എത്ര ഡിസ്റ്റൻസാണ്? സെയിം ഡിസ്റ്റൻസ്, -Q/D/√2. അടുത്തത് നോക്കൂ, ഈ സിയിലുള്ള ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാ? ദെൻ പ്ലസ് ചാർജ് ആണ്. അപ്പോൾ പ്ലസ് അല്ലേ, പൊട്ടൻഷ്യൽ ആഡ് ചെയ്യുമ്പോൾ ചാർജിൻ്റെ സൈൻ കൊടുക്കണം നമ്മൾ പഠിച്ചിരുന്നു. അതുപ്രകാരം +D/√2. ഓക്കെ, ദെൻ അഗെയിൻ ഡിയിലിരിക്കുന്ന ചാർജ് -Q ചാർജ് ആണ്. -Q/സെയിം ഡിസ്റ്റൻസ് D/√2. ദെൻ ആൻസർ എന്താ കിട്ടും നോക്കൂ, ദാറ്റ്സ് ഈക്വൽ ടു Q0 ഇൻറ്റു ഈ സ്ക്വയർ ബ്രാക്കറ്റിലെ ടേം നോക്കൂ, പ്ലസ് Q/D/√2 ഉണ്ട് അല്ലേ, -Q/D/√2 ഉണ്ട്, ക്യാൻസൽ ചെയ്യപ്പെടും. 3ഉം 4ഉം അതുപോലെ എന്താണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടേംസ് ആവും, ക്യാൻസൽ ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 ആണ്, അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മറ്റൊരു ആൻസർ കൂടി പഠിച്ചു. ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ അവിടേക്ക് എത്തിക്കാനുള്ള വർക്ക് ഡൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആ വർക്ക് ഡൺ എത്രയാണെന്ന് പറയുന്നത്? 0 വർക്ക് ഡൺ ആണ്. കാരണം ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനൊരു സിസ്റ്റം തന്നിട്ട് അതിൻ്റെ സെൻറ്ററിലെ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണേഴ്സിൽ ഈക്വൽ ചാർജ് ഇരിക്കുകയാണെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ സെൻറ്ററിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്ന് മനസ്സിലായി. നമുക്ക് 0 എന്ന് മനസ്സിലായല്ലോ. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു വെക്കുക. അങ്ങനെ 0 പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലത്തേക്ക് ദെൻ ഒരു ചാർജ്, അത് ഏത് ചാർജ് ആയിക്കോട്ടെ, ആ ചാർജിനെ കൊണ്ടുവരാൻ വർക്കൊന്നും ചെയ്യേണ്ടതില്ല. കാരണം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്? ദ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യലാണ്. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. An electric dipole of length 2 cm is placed with its axis making an angle of 60 degree to a uniform electric field of 10 Newton per coulomb. Then if it experiences a torque of 8 into √3 Newton meter, calculate. And the question ഉണ്ട്. This one, magnitude of the charge on the dipole, and the second one, the potential energy of the dipole. അപ്പം പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് നമ്മൾ ഈ കഴിഞ്ഞ 3എണ്ണവും. അതുപോലെ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഒരു ഡൈപോളിന് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കൂ. ഡൈപോൾ ലെങ്ത് എന്ന് തന്നിട്ടുണ്ട് അല്ലേ, ഡൈപോളിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അതുപോലെ ഡൈപോൾ ഇരിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ്. ആ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് എത്രയാണ്?
10⁵ ന്യൂട്ടൺ പെർ കൂളം. അതുപോലെ ആ ഇലക്ട്രിക് ഫീൽഡും ഡൈപോളും തമ്മിലുണ്ടാകുന്ന ആംഗിൾ തന്നിട്ട് എത്രയാണ്? 60 ഡിഗ്രിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡൈപോളിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ഫീൽഡ് ഉണ്ടാക്കുന്ന ടോർക്കും നമുക്ക് തന്നിട്ടുണ്ട് 8 × √3 Nm. എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? നമുക്ക് കാണേണ്ടത് ആ ഡൈപോളിലെ ഓരോ ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എത്രയാണ്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ആ ഡൈപോള് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇരിക്കുകയാണ് അല്ലേ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എനർജി എത്രയാണ്? ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗിവൺ ഡാറ്റാസ് നമുക്ക് നോക്കാം, അതുവഴി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ്? ഒന്ന് ഡൈപോൾ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ, നേരത്തെ പറഞ്ഞു. ദെൻ ഇലക്ട്രിക് ഫീൽഡ്, ആ ഡൈപോൾ വെച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡൈപോളും അല്ലേ, ഡൈപോൾ ലെങ്ത് -q2 + q ആണ്. ഡൈപോൾ ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ആ ഡൈപോളും അതുപോലെ ഇലക്ട്രിക് ഫീൽഡ്, അതിരിക്കുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് θ. ദെൻ ആ ആംഗിളിലിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചാർജ് അല്ലെങ്കിൽ +q-ൻ്റെയും -q-ൻ്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോ ഈക്വൽ ടു എന്താണ്? P×E അല്ലേ, P×E ദാറ്റ്സ് ഈക്വൽ എത്രയാണ്? PE × sin θ ആണ്. ദെൻ അപ്പോൾ ഇതിൽ നമുക്ക് ചാർജിനെ കൊണ്ടുവരണം. ഇപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു P എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q × എന്താണ്? 2A × E × sin θ അല്ലേ. ഇത് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നോക്കൂ, ടോർക്ക് തന്നിട്ടുണ്ട്, ഡൈപോൾ ലെങ്ത് തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡും ആംഗിളും ഉണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് Q കാൽക്കുലേറ്റ് ചെയ്യാം. Therefore Q ഈക്വൽ ടു ടോർക്ക് ബൈ അല്ലേ, ടോർക്ക് ബൈ ബാക്കി എന്തൊക്കെ വരും കൂടെ? Q അവിടെ നിർത്തിയാൽ 2A × E sin θ എന്നുള്ള വാല്യൂ നമുക്ക് എടുക്കാം. വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോർക്കിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 8 × √3 ബൈ അല്ലേ 2A ഡൈപോൾ ലെങ്ത് ആണ്, 2 × 10⁻². ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 10⁵ ആണ്. ദെൻ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് sin 60 ആണ്. sin 60ൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്രയാണത്? √3/2 ആണ് അല്ലേ, √3/2. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ സാധിക്കും. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്, 8 × 10⁻³ കൂളം. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും നോക്കൂ. ഇതിൽ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യാം. നോക്കൂ, നോക്കൂ, √3 ക്യാൻസൽ ചെയ്തു, 2 ക്യാൻസൽ ചെയ്തു, ബാക്കി ഉണ്ടാകുന്ന എത്ര ഇവിടെ താഴെ 10⁻³ ആണ്. മുകളിലേക്ക് വരുമ്പോൾ 8 × 10⁻³ ആവും. നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ആവശ്യമില്ലാത്തതിന് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നൊരു ആൻസറാണ്. നോക്കൂ, നമുക്കൊരു ചാർജിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ആ ഡൈപോളിൽ +8 മില്ലി കൂളമ്പോ അതുപോലെ -8 മില്ലി കൂളമ്പോ അടങ്ങുന്ന ഒരു ഡൈപോളാണ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കൂ, രണ്ടാമത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. ഒരു ഡൈപോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. U = എന്താണ്? -P.E ആണ് അല്ലേ. വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -PE × cos θ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Q × 2A × E × എന്ത് കൊടുക്കാം അവിടെ? cos θ. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഞാൻ മുകളിൽ ഇടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ -this one അല്ലേ, ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. -Q എത്രയാ? Q നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എത്ര കിട്ടിയ ആൻസർ? 8 × 10⁻³ 8 × 10⁻³ ഇൻറ്റു 2A. നമ്മൾ നേരത്തെ പറഞ്ഞു 2A 2 × 10⁻², 2 × 10⁻² ഇൻറ്റു കൂടെ എന്തെയുള്ള E × cos θ ഉണ്ട് അല്ലേ. ഈ നമ്മൾ തന്നിരുന്നു എത്രയാണ്? 10⁵ ഇൻറ്റു cos 60 ആണ്. cos 60 എത്രയാണ്? 1/2. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നോക്കൂ, 2 അല്ലേ, ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2ഉം ഹാഫ് കൂടി ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത് ഇവിടെ? ദാറ്റ്സ് ഈക്വൽ ടു -8 10⁻³ 10⁻², 10⁻5 ഇൻറ്റു 10⁵ അല്ലേ. 10⁻0 ആയി, ദാറ്റ് മീൻസ് 1 ആയി. ദാറ്റ് ആൻസർ ഈസ്
-8 ജൂൾ അല്ലേ. അപ്പോൾ നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ആ ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാലുള്ള പൊട്ടൻഷ്യൽ എനർജി കിട്ടിയ എത്രയാണത്? -8 ജൂളാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് പാർട്ടും സോൾവ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ടോർക്കിൻ്റെ ഇക്വേഷൻ ആണ്. ടോർക്കിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ദെൻ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോള് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇരിക്കുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. U = എത്രയാണ്? -P×E. അത് വെച്ച് നമുക്ക് ആൻസർ കിട്ടി എത്രയാണ്? -8 ജൂൾ. നമുക്ക് ഇവിടെ അത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു വാല്യൂസ് ആണ്. ആൻസർ നമുക്ക് -8 ജൂൾ കിട്ടി. അപ്പോൾ ഇത് പൊട്ടൻഷ്യലുമായി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തു വന്നത് ഈ ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യലുമായി റിലേറ്റ് ചെയ്ത് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പൊട്ടൻഷ്യൽ എനർജിയുമായി റിലേറ്റ് ചെയ്യുന്ന നാലാമത്തെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് വന്നു. പക്ഷേ അത് ഡൈപോളുമായി റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If Earth is assumed to be a sphere of radius 6.4 into 10⁻³ kilometer, then what will be its capacitance? അല്ലേ, കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ എബിലിറ്റി ടു സ്റ്റോർ ചാർജ് ഇൻ എ ബോഡി. ഇപ്പോൾ എർത്ത് അതുപോലെ ഒരു ബോഡിയാണ്. എർത്തിന് എന്തുണ്ട്? ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൻ്റെ എത്ര എമൗണ്ട് ആണ് അതാണ് അതിൻ്റെ കപ്പാസിറ്റി. ദെൻ എർത്തിനെ നമ്മളൊരു സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലേ. അങ്ങനെ പറയാൻ കാരണം എർത്ത് ഒരു യൂണിഫോം സ്ഫിയർ അല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അതൊന്നും നമുക്കിവിടെ പ്രശ്നമല്ല. ദെൻ നമുക്കിവിടെ ഒരു സ്ഫിയർ ഉണ്ട് അല്ലേ. അത് എർത്ത് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ആ ബോഡിയുടെ കപ്പാസിറ്റി എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിരുന്നു. ഒരു സ്പെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? C = 4πε0 r എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ തിയറി പാർട്ടിൽ പഠിച്ചിരുന്നു അല്ലേ. എങ്ങനെയാണ് ഒരു സ്പെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി? C = Q/V, that is Q/1/4πε0 Q/r അല്ലേ. Q ക്യാൻസൽ ചെയ്ത് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ 4πε0ൻ്റെ വാല്യൂ 1/4πε0ൻ്റെ വാല്യൂ എത്രയാണ്? 9 × 10⁻⁹. അപ്പോൾ 4πε0ൻ്റെ വാല്യൂ 1/9 × 10⁻⁹. ദെൻ 1/9 × 10⁻⁹. ദെൻ ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 6400 കിലോമീറ്റർ ആണ് എർത്തിൻ്റെ റേഡിയസ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ കിലോമീറ്ററിലാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആൻസർ എത്ര ആയിരിക്കും? 6.4 × 10⁻³ ഇവിടെ ഉണ്ട്. കിലോയുടെ 10⁻³ ഇവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എത്ര വരും? 10⁻6 ആയി മാറും. ആൻസർ കിട്ടും നോക്കൂ. 0.71 × 10⁻³ ഫാരഡാണ് ആൻസർ കിട്ടുക. അപ്പോൾ നോക്കൂ, ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എർത്ത് ഒരു സ്ഫിയർ ആണ്. നമ്മൾ സ്പെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് കിട്ടിയ ആൻസർ 0.71 × 10⁻³ ഫാരഡ് അല്ലേ. കപ്പാസിറ്റി കാണാനുള്ളതാണ്. നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ ആണ് പഠിച്ചിരുന്നത്. എന്താണ്? C = ε0 A/d. കൂടെ നമ്മൾ സ്പെറിക്കൽ കണ്ടക്ടറിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. സ്പെറിക്കൽ കണ്ടക്ടറിൻ്റെ ഇക്വേഷൻ 4πε0 × r അത് വെച്ചാണ് നമ്മൾ സോൾവ് ചെയ്തത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്ത് വന്നത് എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എനർജിയുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ. പിന്നെ നമുക്ക് കപ്പാസിറ്റൻസിലേക്ക് പോകാം. കപ്പാസിറ്റിയുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: A parallel plate capacitor has a plate area of 25 cm² and separation of 2 mm between its plates. The capacitor is connected to 12-volt battery. And question ഉണ്ട്. Find the charge on the capacitor. And the second one, if the plate separation is decreased by 1 mm, what extra charge is given by the battery to the positive plate? ഇപ്പോൾ കപ്പാസിറ്ററുമായിട്ട് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലെ ഏരിയ തന്നിട്ടുണ്ട് അല്ലേ, 25 cm². പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് D 2 mm. ദെൻ ആ കപ്പാസിറ്റർ ഒരു ബാറ്ററിയുമായിട്ട് കണക്റ്റഡ് ആണ്. അതിൻ്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ കിട്ടുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട് 12 വോൾട്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ. ഇങ്ങനെയാണെങ്കിൽ ആ ബാറ്ററിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് എത്രയാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മൾ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 mm നിന്നും 1 mm ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ
ബാറ്ററിക്ക് എത്ര എക്സ്ട്രാ ചാർജ് കപ്പാസിറ്ററിലേക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളതാണ്. നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി ആണുള്ള ഇക്വേഷൻ എന്താ, C is equal to epsilon 0 A/D. ദെൻ ഡിസ്റ്റൻസ് കുറക്കുന്നതനുസരിച്ച് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും കപ്പാസിറ്റി കൂടിയുണ്ടാവും, നമുക്ക് കൂടുതൽ ചാർജ് ഇനിയും കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കപ്പാസിറ്റി കൂടിയ ആ ഘട്ടത്തിൽ നമുക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റുന്ന ചാർജ് എത്രയാണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഡാറ്റാസ് വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഗിവൺ ഡാറ്റാസ് നോക്കൂ, ഏരിയ, ഡിസ്റ്റൻസ്, വോൾട്ടേജ്, 3 കാര്യങ്ങളാണെന്നുള്ളൂ അല്ലേ. അപ്പോൾ ആ കപ്പാസിറ്ററിൽ ഈ വോൾട്ടേജിൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ ചാർജും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം, അല്ലെങ്കിൽ കപ്പാസിറ്റി ഇക്വേഷൻ നമുക്കറിയാം. C is equal to എന്താണ്, Q/V അല്ലേ. ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റിയും അതിന് കൊടുക്കുന്ന വോൾട്ടേജും അതുവഴി ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കൂ. വോൾട്ടേജ് 12 തന്നിട്ടുണ്ട്. ചാർജ് കാണണമെങ്കിൽ എന്താ അറിയണം എന്ന് മനസ്സിലാക്കാം. കപ്പാസിറ്റി അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ചാർജ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം. എന്താണത്, C is equal to epsilon 0 A/D. അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും നോക്കൂ. എപ്സിലോൺ 0ൻ്റെ വാല്യൂ നമുക്കറിയാം 8.854 ഇൻറ്റു 10⁻⁻12 ആണ്. ഏരിയ എത്രയാണ്, 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. അത് നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കിയിട്ടുണ്ട് 10⁻⁻4 കൊണ്ട് ഗുണിച്ചിട്ട്. അപ്പോൾ 25 ഇൻറ്റു 10⁻⁻4 ഡിവൈഡ് ബൈ ഡി. ഡി എത്രയാണ്, 2 മില്ലിമീറ്റർ ആണ്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് 2 ഇൻറ്റു 10⁻⁻3. അപ്പോൾ ഇതാണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത് നോക്കൂ. ദാറ്റ്സ് ഈക്വൽ ടു 1.1 ഇൻറ്റു 10⁻⁻11 ഫാരഡ്. ഇതാണ് നമുക്ക് കപ്പാസിറ്റി ആയിട്ട് കിട്ടുന്നത്. നമുക്ക് കാണേണ്ടത് എന്താ, പക്ഷേ ചാർജാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാർജ് Q ഈക്വൽ ടു എന്താ, Q ഈക്വൽ ടു C ഇൻറ്റു V ആണ് അല്ലേ. കപ്പാസിറ്റിയെ വോൾട്ടേജ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ചാർജ് സ്റ്റോർഡ് കാൽക്കുലേറ്റ് ചെയ്യാം. കപ്പാസിറ്റി കിട്ടിയ എത്രയാണ്, 1.1 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു ദിസ് 12. ആൻസർ എത്ര കിട്ടും നോക്കൂ, 1.32 ഇൻറ്റു 10⁻⁻10 കൂളം. ഇതാണ് എന്ത് ചെയ്യുക, ചാർജിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക. 1.32 ഇൻറ്റു 10⁻⁻10 കൂളം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ. 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. എത്ര ചാർജാണ് അവയെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ആൻസർ കിട്ടി നമുക്ക് 1.32 ഇൻറ്റു 10⁻⁻10 കൂളം. അപ്പോൾ ദെൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കൂ. ഇങ്ങനെയുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിലെ ഡിസ്റ്റൻസ് നമ്മൾ കുറക്കുകയാണ് അല്ലേ. ഡിസ്റ്റൻസ് കുറക്കുമ്പോൾ കുറച്ചുകൂടി ചാർജ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് എത്രയാണെന്ന് ചോദിക്കുന്നത് അല്ലേ. ആ എക്സ്ട്രാ ചാർജ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലെ ഡിസ്റ്റൻസ് കുറഞ്ഞാൽ കപ്പാസിറ്റി എത്ര കൂടുന്നു, പുതിയ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. പുതിയ കപ്പാസിറ്റിയിൽ ആ അവസ്ഥയിൽ 12 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എത്ര ചാർജ് അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ആദ്യം നമുക്ക് എത്ര ചാർജ് സ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു, ആൻസർ കിട്ടി 1.32 ഇൻറ്റു 10⁻⁻10. പുതിയ അവസ്ഥയിൽ അതിലേക്ക് അല്ലേ ടോട്ടൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും നമ്മൾ ഇതുപോലുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആ ഡിഫറൻസ് കണ്ടാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഇങ്ങനെ പ്ലേറ്റുകൾക്ക് ഡിസ്റ്റൻസ് കുറക്കുമ്പോൾ എത്ര എക്സ്ട്രാ ചാർജ് കൊടുക്കാൻ പറ്റുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. C ഡാഷ്, എന്താ C ഡാഷ്, പുതിയ കപ്പാസിറ്റി epsilon 0 A/D ഡാഷ് അല്ലേ. ബാക്കിയുള്ളതൊന്നും മാറിയിട്ടില്ല. ദാറ്റ്സ് ഈക്വൽ ടു 8 അല്ലേ. ചെയ്തു നോക്കണമെന്നില്ല. എന്താ കാരണം, നേരത്തെ കപ്പാസിറ്റി എത്രയായിരുന്നു, epsilon 0 A/D. ഇവിടെ D ഡാഷ് ആയി എത്രയായിരുന്നു, 2 മില്ലിമീറ്റർ, 1 മില്ലിമീറ്റർ ആയി. ഇവിടെ 2ന് പകരം എന്താവും, 1 ആവും. സ്വാഭാവികമായിട്ടും റിസൾട്ട് എന്താവും, ഡബിൾ ആവും അല്ലേ. നോക്കൂ, ഡിസ്റ്റൻസ് ദാറ്റ്സ് ഈക്വൽ ടു ആണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. epsilon 0 A/, ഇവിടെ D ഡാഷിൻ്റെ വാല്യൂ എത്രയാ, D/2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു epsilon 0 A/D ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം കപ്പാസിറ്റി ഡബിൾ ആവും. ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഈ ആൻസർ എത്ര ആവും, ദാറ്റ്സ് ഈക്വൽ ടു 2.2 ഇൻറ്റു 10⁻⁻11 ഫാരഡ് ആവും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ 12 വോൾട്ടുമായി കണക്ട് ചെയ്താൽ ടോട്ടൽ എത്ര ചാർജ് അല്ലേ. ആ അവസ്ഥയിൽ ടോട്ടൽ എത്ര ചാർജ് എന്നുള്ളത് കാണാനുള്ള ഇക്വേഷൻ ആണിത്. Q ഡാഷ് ഈസ് ഈക്വൽ ടു അല്ലേ, Q ഡാഷ് ഈസ് ഈക്വൽ ടു C ഡാഷ് ഇൻറ്റു V അല്ലേ. C ഡാഷ് എത്രയാ, 2.2 ഇൻറ്റു 10⁻⁻11 ഫാരഡ്. ദെൻ വോൾട്ടേജ് സെയിം തന്നെയാണ്,
12. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും നോക്കൂ, 2.64 ഇൻറ്റു 10⁻⁻10 കൂളം അല്ലേ. അപ്പോൾ ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ചാർജുകൾ കിട്ടിയില്ലേ. ആ ഫസ്റ്റത്തെ കേസിൽ എത്ര ചാർജ് വരെ അതിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരുന്നു. ദെൻ പുതിയ രീതിയിലേക്ക് കപ്പാസിറ്റർ നമ്മൾ മാറ്റിയപ്പോൾ അതിൽ ടോട്ടൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും, എത്രയാണ്, 2.64 ഇൻറ്റു 10⁻⁻10. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കൊടുക്കാവുന്ന എക്സ്ട്രാ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. എങ്ങനെയായിരിക്കും നോക്കൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ പോരെ. നമുക്ക് ഡിഫറൻസ് ദെൻ ഡെൽറ്റ ക്യൂ നിങ്ങൾ കൊടുക്കാം, എക്സ്ട്രാ കൊടുക്കുന്നത് ഡെൽറ്റ ക്യൂ എത്ര, ക്യൂ ഡാഷ് മൈനസ് ക്യൂ അല്ലേ. ദെൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ വരും 2.64 ഇൻറ്റു 10⁻⁻10. അതുപോലെ എത്രയോടെ -1.32 ഇൻറ്റു 10⁻⁻10. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഡിഫറൻസ് കാണാം. 1.32 ഡബിൾ ആണത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ദെൻ നമുക്ക് എത്ര കിട്ടും, 1.32 ഇൻറ്റു 10⁻⁻10 കൂളം എക്സ്ട്രാ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എത്ര ചാർജ് കൊടുക്കാൻ പറ്റിയായിരുന്നു, 1.32 ഇൻറ്റു 10⁻⁻10. ദെൻ ഡിസ്റ്റൻസ് പകുതിയാക്കിയാൽ ഏരിയയും അതുപോലെ ഡയലക്ട്രിക്കിലെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാതെ ഡിസ്റ്റൻസ് മാത്രം പകുതിയാക്കിയാൽ നമുക്ക് അതിൻ്റെ ഇരട്ടി ചാർജ് അതിലേക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 6 പ്രോബ്ലംസ് ആണെന്ന് ചെയ്തത്. ആദ്യത്തെ 5 പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജിയുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരുന്നു. ഇനി നമുക്ക് കപ്പാസിറ്റൻസുമായിട്ട് അതുപോലെ അതിൻ്റെ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെയാണ് ചെയ്യാനുള്ളത്. അതിലൊരു പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. കപ്പാസിറ്റി ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് എന്താ കണ്ടു നമ്മൾ, ചാർജ് സ്റ്റോറേജ് അതുപോലെ കപ്പാസിറ്റി കണ്ടു. ദെൻ അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് എക്സ്ട്രാ എത്ര ചാർജ് കൊടുക്കാൻ സാധിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി നമ്മൾ കോമ്പിനേഷനെ കുറിച്ചും അല്ലെങ്കിൽ കോമ്പിനേഷനിൽ വരുന്ന മാറ്റങ്ങൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.